മഞ്ഞെല്ലാം ഉരുകിക്കഴിഞ്ഞതോടെ ഗ്രാമത്തിലെ കൃഷിയിടങ്ങളെല്ലാം ഉണർന്നു കഴിഞ്ഞു. ഠാക്കൂർ ബ്രോ രാവിലെ തന്നെ കൃഷിയിടത്ത് തിരക്കിലാണ്. ആപ്പിളിന് ഇടവേളയായി സാധാരണ ഗോതമ്പും ചോളവുമാണ് കൃഷി ചെയ്യുന്നത്. അതിനൊപ്പം പച്ചക്കറികളും കൂടി നടാറുണ്ട്. വെണ്ടയും മുള്ളങ്കിയും ചീരയുമാണ് ഠാക്കൂർ നടുന്നത്. ചുവന്ന ചീര ഠാക്കൂർ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നാട്ടിൽ നിന്നും ഞാൻ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഈ വിത്തുകൾ. ഇവിടെ കിട്ടുന്ന വലിയ ഇലകളുള്ള പാലക് നമ്മുടെ നാട്ടിലെ ചീരയിൽ നിന്നും വ്യത്യസ്തമാണ്. പൂർണ്ണമായും മഴയെ ആശ്രയിച്ചാണ് ഇവരുടെ കൃഷി. ആപ്പിൾ തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലുമെല്ലാം മഴയല്ലാതെ മറ്റൊരു ജലസേചന മാർഗം ഇവിടെ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ മഴ നൽകി പ്രകൃതി ഇവരെ അനുഗ്രഹിക്കാറുണ്ട്. വിത്തിടൽ കഴിഞ്ഞപ്പോൾ തന്നെ മഴയെത്തി. മഴ വരുമ്പോൾ ഇവർക്ക് സന്തോഷിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. മഴ കഴിഞ്ഞാൽ വനത്തിലെല്ലാം കൂണുകൾ മുളച്ചു പൊന്തും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂണിൽ നിന്നും വ്യത്യസ്തമാണ് ഇവരുടെ കൂണ്. ഗ്രാമം നിറയെ ഇപ്പോൾ പൂക്കളാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് ഡാൻഡേലിയൻ പൂക്കളാണ്. പൂക്കളേക്കാൾ ഭംഗി അതിൻ്റെ വിത്തുകൾക്കാണ്. അപ്പൂപ്പൻ താടി പോലെ പറന്നു പോകുന്ന വിത്തുകൾ. മഴ കഴിഞ്ഞപ്പോൾ തന്നെ ഠാക്കൂറിനൊപ്പം കാട്ടിലേക്ക് കയറി. ഗ്രാമത്തിലെ പപ്പു എന്ന യുവാവ് കൂടെ ഞങ്ങൾക്കൊപ്പമുണ്ട്. രണ്ടുപേരും കൂൺ തിരയുന്ന തിരക്കിലാണ്. മഴ കഴിയുമ്പോൾ ഗ്രാമത്തിലെ മിക്കവാറും എല്ലാവരും തന്നെ കൂൺ ശേഖരിക്കാൻ വനത്തിലേക്ക് കയറും. വളരെ രുചിയേറിയതാണ് കാട്ടിൽ നിന്നും കിട്ടുന്ന ഈ കൂൺ. തിരച്ചിലിനൊടുവിൽ ആദ്യത്തെ സമ്മാനം കിട്ടി. ഇതാണ് ഇവരുടെ കൂൺ. പഹാഡിയിൽ ഡുങ്കുളു എന്നാണ് ഇവർ ഇതിനെ വിളിക്കുന്നത്. മാർക്കറ്റിൽ വളരെ വിലയേറിയതാണ് ഇത്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇവരുടെ കാഴ്ചശക്തിയാണ്. പൈനിൻ്റെയും ദേവദാരുവിൻ്റെയും എല്ലാം ഇലകൾ വന്ന് മൂടിക്കിടക്കുന്ന ഈ പുൽമേട്ടിൽ ഇത്തിരി പൊന്നയുള്ള ഈ കൂൺ എങ്ങനെ കണ്ടെത്തുന്നു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഉൾക്കാട്ടിലേക്ക് ചെന്നപ്പോൾ ആടുകളെ മേയ്ക്കാനെത്തിയ ചേച്ചിമാരെ കണ്ടു. ഇവർക്കൊപ്പമുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. രാവിലെ കാട്ടിലേക്ക് എത്തുന്ന ഇവർ വൈകുന്നേരമാണ് ഇനി തിരിച്ചു പോവുക. തിരികെ പോകുമ്പോൾ വിറക് കെട്ടോ പുല്ലിൻ്റെ കെട്ടോ ഇവരുടെ മുതുകിലുണ്ടാവും. അതിനുവേണ്ടിയുള്ള കയറാണ് അവരുടെ പുറകിൽ കാണുന്നത്. ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ മാത്രം വീതിയുള്ള ചെറിയ വഴിയാണ്. താഴേക്ക് കുത്തനെയുള്ള ഇറക്കമാണ്. ഞാൻ തനിയെ നടക്കുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ്. അതിനിടയിലാണ് ഈ ആടുകൾ എനിക്ക് പണി തന്നത്.
വിറകും പുല്ലും കൂണും ശേഖരിക്കാൻ മാത്രമല്ല, വേട്ടയ്ക്ക് വേണ്ടിയും ഗ്രാമത്തിലെ പലരും കാട്ടിൽ വരാറുണ്ട്. ഇവിടെ മാത്രമല്ല, ഒട്ടുമിക്ക ഹിമാലയൻ വനഗ്രാമങ്ങളിലും വേട്ടയാടൽ പരസ്യമായ രഹസ്യമാണ്. മുള്ളൻ പന്നിയും കാട്ടുകോഴിയുമാണ് ഇവിടെ വേട്ടക്കാരുടെ പ്രധാന ഇര. പഹാഡികളുടെ ശാരീരിക ക്ഷമത നമ്മളെ അത്ഭുതപ്പെടുത്തും. കുട്ടികളടക്കം കുത്തനെയുള്ള മല കയറുന്നത് കാണുമ്പോൾ അതിശയം തോന്നാറുണ്ട്. അത് അനുഭവ സമ്പത്ത് കൊണ്ട് മാത്രമല്ല, ശാരീരികമായി അവർക്ക് കിട്ടുന്ന പ്രത്യേകത കൊണ്ട് കൂടിയാണ്. ലങ്സ് കപ്പാസിറ്റി അടക്കം നമ്മളിൽ നിന്നും അവർക്ക് ശാരീരികമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതവർക്ക് ജനറ്റിക്കലി കിട്ടുന്നതാണ്. ഇവിടെയുള്ള ഓരോ ജീവികളെയും, നായ്ക്കളെയും കുരങ്ങന്മാരെയും പോലും നോക്കിയാൽ മനസ്സിലാകും, ജീവിക്കുന്ന പരിസ്ഥിതിയെയും കാലാവസ്ഥയും അതിജീവിക്കാനുള്ള കഴിവ് പ്രകൃതി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ താഴേക്ക് ഉരുണ്ടുപോയ കല്ല് കണ്ടോ? അതുപോലെ ഞാനും ഒരു പ്രാവശ്യം താഴേക്ക് ഉരുണ്ടുപോയായിരുന്നു. ആടുകളിൽ ഒരു മുട്ടനാട് പുറകിലൂടെ വന്ന് തൊഴിച്ചതാണ് അതിന് കാരണം. അവസാനം ടാക്കൂറും പപ്പുവും കൂടെ പൊക്കിയെടുത്താണ് എന്നെ മുകളിലെത്തിച്ചത്. അത് വീഡിയോയിൽ പകർത്താൻ ആരുമില്ലായിരുന്നു എന്നതാണ് എൻ്റെ ഭാഗ്യം. മലമുകളിൽ വിശ്രമിക്കാൻ ഒരിടമുണ്ട്. അവിടെ ഇരുന്നാൽ കുളു ജില്ലയുടെ വലിയൊരു ഭാഗം കാണാം. കുറേ ദൂരം പോയി കഴിയുമ്പോൾ കാടിനകത്ത് നിറയെ റോഡോഡെൻഡ്രോൺ പൂക്കൾ കാണാം. ബുറാൻഷ് എന്ന് വിളിപ്പേരുള്ള പൂക്കളാണ് ഇത്. ഹിമാചൽ പ്രദേശ്, നാഗാലാൻഡ് സംസ്ഥാനങ്ങളുടെ സംസ്ഥാന പുഷ്പം കൂടിയാണ് റോഡോഡെൻഡ്രോൺ പൂക്കൾ. കൂടാതെ നേപ്പാളിൻ്റെ ദേശീയ പുഷ്പം കൂടിയാണ് ഇത്. ചുവപ്പ്, വെള്ള, പിങ്ക് നിറങ്ങളിൽ റോഡോഡെൻഡ്രോൺ പൂക്കൾ കാണാം. പിങ്ക് നിറത്തിലുള്ള റോഡോഡെൻഡ്രോണാണ് ഹിമാചലിൻ്റെ സംസ്ഥാന പുഷ്പം. സമുദ്രനിരപ്പിൽ നിന്നും 4500 മുതൽ 10500 അടി വരെ ഉയരമുള്ള പ്രദേശത്താണ് ഈ സസ്യം സാധാരണയായി വളരുന്നത്. നമ്മുടെ മൂന്നാറിനടുത്തുള്ള പഴത്തോട്ടം എന്ന പ്രദേശത്ത് അപൂർവമായ വെള്ള നിറത്തിലുള്ള റോഡോഡെൻഡ്രോൺ സസ്യമുണ്ട്. കാട്ടിൽ നിറയെ ഈ പൂക്കളാണ്. ഈ പൂവ് ഉപയോഗിച്ച് ഇവർ ചട്നിയും ജ്യൂസുമെല്ലാം ഉണ്ടാക്കാറുണ്ട്. ഠാക്കൂറും പപ്പുവും തിരക്ക് പിടിച്ച തിരച്ചിലാണ്. എത്ര ശ്രമിച്ചിട്ടും ഒരെണ്ണം പോലും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. കുറുക്കനും ചെന്നായയും പുലിയും കരടിയും ഒക്കെയുള്ള കാടാണ് ഇത്. ആടിനെ മേയ്ക്കാൻ വരുന്ന ചേച്ചിമാരും പപ്പുവും ഒക്കെ ഒരുപാട് തവണ പുലിയെ നേരിൽ കണ്ടിട്ടുണ്ടത്രേ. പക്ഷേ ഇതുവരെ മനുഷ്യരെ ഉപദ്രവിച്ച ചരിത്രമില്ല. അവയ്ക്ക് ആവശ്യമുള്ള ഭക്ഷണം കാട്ടിൽ തന്നെയുണ്ട്. വെറൈറ്റി ഫുഡ് വേണം എന്ന് തോന്നുമ്പോൾ ഗ്രാമത്തിലെത്തി പട്ടികളെയും ആടിനെയും പശുവിനെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇവർക്ക് അതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. വഴിയിൽ ഏതോ വന്യജീവിയുടെ വിസർജ്യവും അതിൽ അത് ഭക്ഷിച്ച ഇരയുടെ രോമമടക്കമുള്ള അവശിഷ്ടങ്ങളും കാണാം. അവസാനം ഇതാണ് എനിക്ക് കിട്ടിയ പങ്ക്. ഇതിൽ ഒന്നുപോലും ഞാൻ കണ്ടെത്തിയെടുത്തതല്ല എന്നതാണ് വാസ്തവം. ഇനി ഇത് പാചകം ചെയ്യലാണ് അടുത്ത പണി. മഷ്റൂം പാചകം ചെയ്യുന്ന വീഡിയോ കൂടി ഉടനെ പ്രതീക്ഷിക്കാം. നമ്മുടെ ഗ്രാമത്തിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള മനോഹരമായ ഗ്രാമമാണ് ചെയിനി. അവിടെയുള്ള ചെയിനി കോട്ടി എന്ന കോട്ടയിലേക്കാണ് അടുത്ത യാത്ര. കാത്തിരിക്കൂ.